ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ അശ്രദ്ധ മൂലം വീട്ടിലുണ്ടാകുന്ന ഐശ്വര്യക്കേട് പലപ്പോഴും ദാരിദ്ര്യത്തിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഇത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കി നമുക്ക് ഐശ്വര്യത്തെ തിരികെ കൊണ്ടുവരുന്നതിന് സഹായിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. കിടപ്പുമുറിയിലെ TV ആദ്യം ഒഴിവാക്കണം. കാരണം അതിൽ നിന്നും പ്രസരിക്കുന്ന തരംഗങ്ങൾ വീട്ടിൽ നെഗറ്റീവ് ഊർജമാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത് കണ്ണീർ സീരിയലുകളും മറ്റും നമുക്ക് ചുറ്റും നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുന്നു. എല്ലാ വീടുകളിലും സന്ധ്യാസമയത്ത് വിളക്ക് വെക്കുന്ന പതിവുണ്ട്. എന്നാൽ ചിലരെങ്കിലും ഇന്നത്തെ കാലത്ത് ഇതിന് മുതിരാതിരിക്കുന്നുണ്ട്. ഇതും വീട്ടിലെ ഐശ്വര്യമില്ലാതാക്കുന്ന ഒന്നാണ്. സന്ധ്യാസമയത്ത് ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. വീട്ടിൽ മദ്യം കയറ്റുന്നത് പോലെ അശുഭമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മദ്യപാനം വീട്ടിൽ നെഗറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നു. ഇത് പലപ്പോഴും ദമ്പതികൾ തമ്മിലുള്ള വഴക്കിന് കാരണമാകുന്നു. ബെഡ്റൂമിൽ ഡ്രസ്സിംഗ് ടേബിളിൽ കണ്ണാടി വെക്കുമ്പോൾ കിടക്കയിൽ നിന്നും കാണും വിധം കണ്ണാടികൾ വെക്കാതിരിക്കുക. മാത്രമല്ല വീട്ടിൽ പൊട്ടിയ കണ്ണാടികൾ വെക്കാതിരിക്കുകയും ചെയ്യുക. കറുത്ത ബെഡ്ഷീറ്റ് വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുക. മാത്രമല്ല കറുത്ത നിറമുള്ള ജനൽ കർട്ടനുകളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇത് പോസിറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പെയിന്റിങ്ങുകൾ വീട്ടിൽ വെക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ചു വേണം വെക്കേണ്ടത്. യുദ്ധം, ഓടുന്ന കുതിര തുടങ്ങിയവയുടെ ചിത്രങ്ങൾ ഒരിക്കലും വീട്ടിൽ വെക്കരുത്. ഇത് ദാരിദ്ര്യം കൊണ്ടുവരാൻ കാരണമാക്കും. ധാരാളം ഫർണിച്ചറുകൾ വീട്ടിൽ വെക്കാറുണ്ട്. എന്നാൽ കൂർത്ത ഭാഗങ്ങളുള്ള ഫർണിച്ചറുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അപകടം വരുത്തുക മാത്രമല്ല അശുഭകരമാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓരോ ദിവസവും മാറ്റിയിടുന്ന വസ്ത്രങ്ങൾ മുറിയിൽ കൂട്ടിയിടാതെ എന്നും അലക്കിയിടാൻ ശ്രദ്ധിക്കുക. മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നത് നെഗറ്റീവ് ഊർജം വിളിച്ചു വരുത്താൻ കാരണമാക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ആണെങ്കിൽ സാധാരണത്തിനേക്കാൾ വൃത്തിയിൽ സൂക്ഷിക്കണം. മാത്രമല്ല വെന്റിലേഷനുകൾ തുറന്നിടാൻ ശ്രദ്ധിക്കണം. വീട്ടിൽ എപ്പോഴും കാറ്റും വെളിച്ചവും കടന്നു വരാൻ ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരാതെ രീതിയിൽ വെക്കാൻ ശ്രദ്ധിക്കണം. മാത്രമല്ല കേടായ ഭക്ഷണ പദാർത്ഥങ്ങൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.